നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഒഴിച്ചേറി ഉണ്ടാക്കിയാലോ? ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇത് സാമ്പാർ പരിപ്പും ചേമ്പിൻ്റെ തണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ്. ഇത് വെക്കുമ്പോൾ ഒരുപാട് ഉണ്ടാകും കേട്ടോ, അതുകൊണ്ട് വളരെ കുറച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. നമ്മൾ അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചേമ്പിൻ്റെ തണ്ട്. ഈ ചേമ്പിനെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കിഴങ്ങ് കിട്ടുന്ന ചേമ്പിൻ്റെ തണ്ടല്ല കേട്ടോ, ഇത് തോരൻ വയ്ക്കാനായിട്ട് മാത്രമുള്ളൊരു വെള്ള ചേമ്പുണ്ടല്ലോ, അതാണിത് കേട്ടോ. ഇതിൻ്റെ തോരൻ്റെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു 7-8 ചെറിയ ഉള്ളി ഒരുപാട് വേണ്ട, ചെറുതാണെങ്കിൽ 8-10 അതിലപ്പുറം വേണ്ട. പിന്നെ ഇതുപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളിയും കുറച്ച് ചേർത്താൽ മതി, ചെറിയൊരെണ്ണം ചേർത്താൽ മതി. വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ, പരിപ്പല്ലേ നമ്മൾ വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് തേങ്ങ 1 കപ്പുണ്ട്, തേങ്ങ 2 കഷ്ണം ചെറിയ ഉള്ളി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, കറിവേപ്പില. ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്നങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ജീരകം കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അരയ്ക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ കുക്കർ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഈ കഷ്ണങ്ങൾ, ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ, അതൊരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരുന്നാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല എന്ന പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ മണ്ഡലമാസമൊക്കെ അല്ലേ, എല്ലാവരും നോൺ വെജൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ആ സമയത്ത് നമുക്ക് ഒഴിച്ച് കറിക്കായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോഴും വരുന്ന ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യണം. ആ ഓൾ എന്നുള്ള ഓപ്ഷനോടൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തടുക്കാപ്പാനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കില്ല കേട്ടോ. എനിക്ക് 2 തടുക്കാപ്പാനുണ്ട്, 2നും ആ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുപോലൊന്ന് ഒരു പാത്രമോ എന്തെങ്കിലും ഞാനിങ്ങനെ വെച്ച് കൊടുക്കും. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. കടുക് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇതിന് നമുക്ക് നമ്മുടെ കറിയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ നല്ല ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.